അത് കേരളം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കണക്ക്. അത് അതിൻ്റെ നടപടി അനുസരിച്ച് ഉടനെ ഉണ്ടാകും. അമിത്ഷാ പറഞ്ഞിട്ടുമുണ്ട്. അല്ല, ഇപ്പം ഞാൻ പറഞ്ഞതെന്നൊരു നെഗറ്റീവ് ഉണ്ടാക്കിയാൽ പോരെ? അല്ലേ, അതിൻ്റെ അകത്ത് അമിത്ഷാ ഉണ്ട്, കേരളം കൊടുത്തിട്ടുണ്ട്, കേന്ദ്രം അതിൻ്റെ നടപടികൾ സ്വീകരിക്കുകയാണ്. അതിൽ നിന്നൊരു നെഗറ്റീവ് ഉണ്ടാക്കുക അല്ലെന്ന് ജനങ്ങൾ പരാതി പറയുന്നുണ്ട്. ഞാൻ പറയും, നിങ്ങൾ എന്താണോ ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് കൊടുത്തോളൂ. അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഞാനവിടെ പോയി. ഞാനവിടെ പോയല്ലോ. നിങ്ങളില്ലായിരുന്നല്ലോ, ആരുമില്ലായിരുന്നു. ഒരു MLA ഇല്ലായിരുന്നു, MP ഇല്ലായിരുന്നു, ആരുമില്ല. അപ്പോൾ അത് ഞാൻ കണ്ടയാളാണ്. അപ്പോൾ അതിൻ്റെ വേദന എനിക്കുണ്ട്. തീർച്ചയായിട്ടും അത് ഉടനെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ മന്ത്രിമാരവിടെ പോകണം. അത് എന്നെ കഴിഞ്ഞ ആരോഗ്യമുള്ള ഇവിടങ്ങളിലൊക്കെ തന്നെയുള്ള മന്ത്രിമാർ കേരള മിനിസ്ട്രിയിലുണ്ട്. അവർ പോയി അത് കണ്ടിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ ടീം മുഴുവൻ അവിടെ വരും, സ്റ്റേറ്റിൻ്റെ ഇല്ലേ. അതുപോലെ തന്നെ 2:30 തൊട്ട് 5:30 വരെ പ്രധാനമന്ത്രി ഫോഴ്സിനെ വിട്ടു. അത് ആർമി, നേവി, എയർഫോഴ്സ്, NDRF. 5:30 ആയപ്പോൾ ആ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടി. അതും കൊണ്ട് വന്നിട്ടാണ് ഞാനിവിടെ പത്രസമ്മേളനം നടത്തിയത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ വിളിച്ച ചരിത്രം ദുരന്തം ഉണ്ടായിട്ട് ഇങ്ങോട്ട് വിളിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. 4 ദിവസത്തിനുള്ളിൽ ബെയിലി പാലം വരുന്നു. കേരളത്തിൽ സമാനമായിട്ടുള്ള ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3-4 മാസം എടുത്തതിന് ശേഷമാണ് അതിൻ്റെ പണി തുടങ്ങിയത്. 4 ദിവസം കൊണ്ട് പണി തീർത്ത്, അത് തീർത്തതിന് ശേഷമേ വരാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത്. അത് തീർത്തതിന് ശേഷമാണ് ഞാൻ പോയത്. ഒരു നേതാവിനെ ഞാൻ അവിടെ കണ്ടില്ല. മുണ്ടക്കൈയിൽ എല്ലാവരും ബെയിലിപ്പാലം പൂർത്തിയാക്കാൻ വേണ്ടി നിന്നു. അവരുടെ നേതാക്കന്മാർ വരാൻ വേണ്ടി നിന്നു. 4ാമത്തെ ദിവസം ഞാനും കരുതിയത് അവർ അങ്ങോട്ട് പോകുന്നതാണ്. അവരും പോയില്ല. മുഖ്യമന്ത്രിയുടെ ആരോഗ്യം പരിഗണിക്കുന്നു. അവരെല്ലാവരും അവിടെ വന്നിട്ട്, നിങ്ങൾ കണ്ടു കാണും, നിങ്ങളവിടെ ഉണ്ടായിരുന്നല്ലോ, ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് പോരുകയാണ്. അതിനുശേഷം എത്രയും പെട്ടെന്ന് അതിൻ്റെ കണക്ക്, മറ്റേ വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്, അതൊന്നും പറയുന്നില്ല, അതിൻ്റെ കണക്ക് കൊടുക്കാൻ പറഞ്ഞു. 3 മാസം കഴിഞ്ഞു. നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ ആവശ്യപ്പെട്ടത് 214 കോടി രൂപയാണ്. അതിന് 2 പ്രാവശ്യമായിട്ട് 145.5% വീതം അവർക്ക് പൈസ കൊടുത്തു. എത്രയും പെട്ടെന്ന് പൈസ കൊടുക്കുക എന്നുള്ളതാണ് ദുരന്ത നിവാരണ കാര്യത്തിൽ ചെയ്യുന്നത്. അത് ഏത് അക്കൗണ്ടാണ്, അത് അങ്ങോട്ട് തിരിഞ്ഞാണോ ഇങ്ങോട്ട് തിരിഞ്ഞാണോ എന്നുള്ളതല്ല, അത് ഉപയോഗിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അങ്ങനെ 214 കോടി ചോദിച്ചെടുത്ത് ഏതാണ്ട് 290 കോടി ചോദിച്ചു. അതിനുശേഷം നിരന്തരമായി ശ്രീ വി മുരളീധരനും അതുപോലെ തന്നെ, അത് കേരളത്തിൽ നിന്ന് വി മുരളീധരനാണ് ആ വിഷയം കൈകാര്യം ചെയ്തത്. നിരന്തരമായിട്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട്, ഞാൻ മുമ്പേ പറഞ്ഞ 2-3 അക്ഷരങ്ങൾ പറഞ്ഞിട്ട് കണക്ക്, കാരണം അത് പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാകില്ല, കണക്ക് ചോദിച്ചു. നിരന്തരമായിട്ട് അദ്ദേഹം ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണക്ക്. അപ്പോൾ കണക്ക് വേണോ, അത് സാങ്കേതികത്വമല്ലേ എന്നാണ് ചോദിച്ചത്. 3ാമത്തെ മാസം കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന് വന്ന വിശദീകരണം, ഹിമാചൽ പ്രദേശിൽ 3 മാസം കഴിഞ്ഞാണ് കൊടുത്തത്. ഹിമാചൽ പ്രദേശിൽ ഇത്രയും ആൾക്കാരൊന്നും മരിച്ചിട്ടില്ല, ഞാൻ കണ്ടതാണ്. ഈ നമ്മുടെ മാനുവലായിട്ട് ഇത് ശവശരീരങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞ്, അതായത് കൊടുത്തത് നവംബർ മാസം 15-ാം തീയതി, ഡിസംബർ മാസം 1-ാം തീയതി ഇത് താമസിക്കുന്നു, ഞങ്ങൾ 3 മാസം എടുക്കും, നിങ്ങൾ 1 ദിവസം ഇങ്ങോട്ട് തരണം അമിത്ഷായോട് എന്ന് പറഞ്ഞു. അമിത്ഷാ പറഞ്ഞു, ഞാൻ പരിഗണിക്കുകയാണ്. തീർച്ചയായിട്ടും അറിയാമല്ലോ, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ രീതികളുമുണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ ഇതിൻ്റെ തീരുമാനമുണ്ടാകും. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരും അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ നിന്നൊരു അനുകൂലമായിട്ടുള്ള ഒരു വിധി, അത് സാധാരണ അങ്ങനെ സംഭവിക്കുന്നതല്ല, അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ
അതിൻ്റെ നടപടികൾ പൂർത്തിയാകുമെന്ന് വിശ്വസിക്കുന്നു. കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ആരോപിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ദുരന്തമുണ്ടായപ്പോൾ ഉണ്ടായിരുന്ന അടിയന്തര സഹായധനം ഇവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അല്ല, അതവർ പറഞ്ഞോട്ടെന്നേ. ഞാൻ പറഞ്ഞല്ലോ, അവരവിടെ കണ്ടില്ല. അവരെ ഞാൻ കണ്ടില്ല ആരെയും അവിടെ. അത് ഞാൻ അവിടെ ആരെയും കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. പിന്നെ ദുരന്തങ്ങളുടെ ഇത് തീരുമാനിക്കുന്നത് ഇവിടുന്ന് കൊടുക്കുന്ന കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടുത്തെ സർക്കാർ ഏത് രീതിയിലാണോ കണക്ക് കൊടുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സർക്കാരിലെ തീരുമാനം. അതിൻ്റെ കമ്മിറ്റിയുണ്ട്, വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. അത് മന്ത്രിമാരൊന്നുമില്ല. എല്ലാ സംസ്ഥാനങ്ങൾക്കും അങ്ങനെയാണ്. കാരണം ഏതെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങൾ അതിൻ്റെ അതൊന്ന് ഇടപെടും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ നടപടികൾ അതിവേഗം ഒരു സംസ്ഥാന സർക്കാരിനെ ഞാൻ കുറ്റം പറയുന്നില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നെഗറ്റീവ് പറയാനുള്ള ഇതിൻ്റെ അകത്ത് ഒത്തിരി സാധനങ്ങളുണ്ട്. അത് നിങ്ങൾ പറഞ്ഞോളൂ, ഞാനെതിർക്കാനൊന്നും വരുന്നില്ല. വയനാടിന്റെ കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്താൻ താങ്കളും സുരേഷ് ഗോപി അടക്കമുള്ളപ്പോഴാണ് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സെഡ് ഇറ്റ്. മറ്റേ ഇന്നലെ ഗവർണർ പോവുകയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ അവസാനമായിട്ട്. പക്ഷേ സർക്കാരിന്റെ പ്രതിനിധികളോ സർക്കാർ മുഖ്യമന്ത്രി മന്ത്രിമാരോ ആരും കണ്ടില്ല. അതൊരു ശരിയായ പ്രവണതയാണോ? അത് അവരോട് ചോദിക്കും. തെറ്റാണോ? അങ്ങനെ നടപടി ഉണ്ടായില്ല. പോകാത്തവരോടല്ലേ ചോദിക്കേണ്ടത്. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഞാൻ ഇനി മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കണം, മന്ത്രിമാരോട് പോയി ചോദിക്കണം, അവർ പറയുന്നത് കേൾക്കണം. അത് നാച്ചുറൽ ജസ്റ്റിസ് അല്ലേ. അതിനെനിക്ക് സമയമില്ല. സാധാരണ ഗവർണർ സർക്കാർ പോരിന്റെ ഒരു തുടർച്ചയാണോ അത്? കാരണം അങ്ങനെയാണെങ്കിൽ അതൊരു ശരിയായ നടപടിയാണോ? പോയില്ലേ, ഇനി പ്രശ്നം ഉണ്ടാവരുത്. ഒരാള് പോയി കഴിയുമ്പോഴെങ്കിലും അല്ല, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി എന്താ ചോദിച്ചാൽ, ഇനി അത് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അങ്ങേര് ഖാൻ നല്ല മനുഷ്യനായിരുന്നു, അദ്ദേഹം അത് ചെയ്തിരുന്നു, ഇതുപോലെ ഒരു ഗവർണർ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇനി അടുത്തയാൾ വന്നില്ലേ, നമുക്ക് നോക്കാം. എനിക്കറിയില്ല. നല്ലതും ചീത്തയും ഞാനല്ല തീരുമാനിക്കുന്നത്. ഓക്കെ.